എന്താ പുതച്ച് കിടക്കാറ്? ശരിയാക്കി തരാം ഞാൻ. പുതപ്പ് മാറ്റിയേ തമ്പുരാട്ടി, ഞാനാ. ഇന്നലെ ഹോസ്പിറ്റലിലാണല്ലോ ഞാൻ കിടന്നേ. ആ, നീ ഇനി മുതൽ ഇവിടാ. എന്റെ അമ്മയാ? നിന്റെ അമ്മയുടെ വീട്ടുകാർ കൊണ്ടുപോയി. നിന്നെ അവർക്ക് കൊണ്ടുപോകാൻ വയ്യാത്ര. പിന്നെ എനിക്ക് നിന്നെ നോക്കണമെന്നുണ്ടെങ്കിൽ ആയെ പറഞ്ഞേക്കാൻ ഞാൻ നിന്റെ അച്ഛനോട് പറഞ്ഞതാ. ഇന്നലെ തന്നെ അവളെയും പറഞ്ഞയച്ചു. താഴേക്ക് ഇറങ്ങണ്ടേ, കട്ടിൽ മെന്ന് താഴേക്ക് ഇറങ്ങ്. താഴേക്ക് ഇറങ്ങാനല്ലേ പറഞ്ഞേ? ഇവിടെ പിടിപ്പതും പണിയുള്ളതാ. എനിക്കിവിടെ സഹായത്തിന് പോലും ആരുമില്ല. ഇറങ്ങോട്ട് താഴത്ത്. നടക്കങ്ങോട്ട്, പിടിപ്പതും പണിയുള്ളതാ. അവിടെ ലോഡ് കണക്കിന് പാത്രം മോറാൻ കിടക്കുന്നുണ്ട്. വാ, നടക്കങ്ങോട്ട്. പിന്നെ ഇല്ലാതെ ഇതൊക്കെ നീ തന്നെ കഴുകണം. എന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇതൊക്കെ കഴുകിയേ പറ്റൂ. കഴുകടി പോയിട്ട്. എനിക്ക് എങ്ങോട്ട് എത്തുന്ന പോലുമില്ല. ഞാൻ എങ്ങനെ കഴുകാനാ? ഓ, അതാണോ പ്രശ്നം? അതിനിപ്പം ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. അയ്യോ, ഇത് മുഴുവൻ ഞാൻ കഴുകണോ? എന്നെക്കാളും വലിപ്പമുള്ള പ്ലേറ്റുകളാലോ. ഇതിമ്മ കേറി നിന്ന് കഴിക്കോ. എന്നോടല്ലേ പറഞ്ഞത് കഴുകാൻ? ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ് എനിക്ക് നല്ല അടി മേടിച്ചു തരൂ. നല്ല വൃത്തിയായി കഴുകിക്കോണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ കയ്യിൽ നീ മേടിക്കും. നല്ലതുപോലെ ഇവിടെ കഴുകിയില്ലെങ്കിലുണ്ടല്ലോ നിനക്ക് ഇന്നത്തെ ഭക്ഷണം പോലും തരത്തില്ല, കേട്ടോ? അപ്പൊ നീ അറിഞ്ഞില്ലേ, അവരങ്ങ് UK-ലെത്തി. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി ഇവളുടെ കോമയെ കിടക്കുന്നതിന് ഇങ്ങോട്ട് വരുമോ അവര്? അവർക്ക് ഇനി എത്ര കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരണോ? അതുകൊണ്ട് അവര് വരുന്നില്ല എന്ന് പറഞ്ഞേ. ഇവള് കോമയിൽ കിടക്കല്ലേ, ഇവക്ക് മിണ്ടാന്ന് പറ്റത്തില്ല. പിന്നെ എന്തിനാ അവര് വന്നിട്ട്? അതുകൊണ്ടേ ഇപ്പൊ അവര് നിനക്കില്ല, കേട്ടോ? ഞാൻ പറയുന്നത് അനുസരിച്ചോണം. നിനക്കിപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഉണ്ടായിരുന്ന അമ്മ അതാ കോമാസ്ഥിതിന് മിണ്ടാൻ വയ്യാതെ കിടക്കുന്നേ നിന്റെ അമ്മയുടെ വീട്ടില്. മര്യാദക്ക് ഈ പാത്രം മുഴുവൻ അങ്ങ് കഴുകിക്കോ. എന്റെ കയ്യിൽ മേടിക്കണ്ടെന്ന് തുടങ്ങി. എന്നെ തെറ്റെന്ന് ചെയ്തത് ഈ രാക്ഷസിയുടെ കൂടെ ഇവിടെ ഞാൻ ജീവിക്കണമല്ലോ. എന്റെ ദൈവമേ, എന്റെ അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് സുഖമാക്കി കൊടുക്കണേ. എന്റെ അമ്മയുടെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറിയിട്ട് എന്റെ അമ്മ ഇങ്ങോട്ട് തന്നെ വരണേ. എനിക്ക് എന്റെ അമ്മയില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. മുത്തശ്ശിക്കിട്ട് ഒരു പണി ഞാൻ കൊടുത്തിരിക്കും. മുത്തശ്ശി ദുഷ്ടയാ. നോക്കിക്കോ മുത്തശ്ശി, നിങ്ങൾക്കിട്ട് ഞാൻ എട്ടിന്റെ പണി തരും. നോക്കിക്കോ, കഷ്ടപ്പെടുത്തിയൊക്കെ നിങ്ങൾക്ക് ഞാൻ തരാം. എന്റെ അമ്മ ഉണ്ടായിരുന്നപ്പോ രാവിലെ 10 മണിക്ക് നീച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ കണ്ടിന് രാവിലെ തന്നെ നീക്കേണ്ടി വന്നു. ഒരു വൃത്തി കണ്ടൊരു മുത്തശ്ശി. എന്റെ അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് ദൈവം സുഖപ്പെടുത്തി കൊടുക്കട്ടെ. എന്നിട്ട് വേണം എന്റെ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. വേണ്ട, ഞാൻ എന്റെ അമ്മയും കൂടി ഇനി ഇവിടുന്ന് പോവാ. എന്റെ അമ്മ ഇവിടെ കഷ്ടപ്പെടുത്തും ഈ രാക്ഷസി. എന്താടി മുത്തശ്ശി, എന്റെ ടാബ് കണ്ടോ മുത്തശ്ശി? എനിക്ക് ഗെയിം കളിക്കാൻ. ഓ, നിന്റെ ഒരു ടാബ് അതെടുക്കാൻ നിൽക്കുമല്ലോ ഇപ്പൊ ഞാനായിട്ട്. ഞാനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ ഞാൻ എടുത്ത് വലിച്ചെറിഞ്ഞു. നിനക്ക് ഇനി എന്തിനാ ടാബ്? ഇവിടെ പിടിപ്പത് പണിയുള്ളതാ. ആ, ഇനിയാണ് ഇവിടെ പണിയുള്ളത്. അയ്യോ, ഇപ്പൊ തന്നെ ഒരു ലോഡ് പാത്രമാ ഞാൻ കഴുകി വെച്ചേ. ഇനിയിപ്പോ എന്താ മുത്തശ്ശി? നിങ്ങക്ക് വട്ടാണോ ഇത്രയും വലിപ്പമുള്ള എന്നെ കൊണ്ട് ഇത്രയും ജോലി എടുപ്പിക്കാനായിട്ട്? നീ എന്നെ പഠിപ്പിക്കാൻ വരുന്നോ? നിന്നെ ഞാനുണ്ടല്ലോ പറയുന്ന ജോലി അങ്ങ് ചെയ്താൽ മതി. എന്നാ മാത്രം ഇവിടെ ജീവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ ഭക്ഷണം തരത്തില്ല, കേട്ടോ? മുത്തശ്ശി, എന്നാ ഞാൻ വേറെ വീട്ടിൽ വേലപ്പണിക്ക് പോയി ജീവിച്ചോളാം. എന്താണ് ഇവിടെ അതിൽ ചെയ്യുന്നത്? വായ തുറന്ന തട്ടുത്തരേ പറയൂ നീ. എനിക്ക് അറിയാവുന്നല്ലേ നിന്നെ. വായ തുറന്ന ഇത് മാത്രം നിന്റെ വായന്ന് വരത്തുള്ളൂ. പറയുന്ന ജോലി ഇങ്ങ് ചെയ്യാം, അത്രേ ഉള്ളൂ. എന്താ മാളൂട്ടി, എനിക്ക് സുഖല്ലേ? നിങ്ങൾ എവിടുന്നാ ഈ ഇടിച്ചു കയറി വന്നേക്കുന്നിട്ടല്ലേ? ഹലോ, നമ്മളിവിടെ ഇടിച്ചു കയറി വന്നിട്ടൊന്നുമില്ല. നമ്മൾ മാളൂട്ടിനെ കാണാൻ വേണ്ടി വന്നു, അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ഇന്നലെ തന്നെ പിരിച്ചുവിട്ടല്ലോ. എന്തായാലും ആ താമരക്കൊരു സഹായത്തിന് ഞാനിവിടെ ആഴപ്പണിക്ക് വന്നപ്പോ നിങ്ങളെ വീട്ടുജോലി ആക്കാൻ നോക്കിയ ആളാണ്. നിങ്ങൾ എനിക്കറിയാം, വീട്ടുജോലിക്കാരി ആക്കാൻ നോക്കിയത്. അങ്ങനെ നിങ്ങൾ ഏതായാലും ആളെത്തിക്കുന്ന ശരിയില്ല എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. പിന്നെ നിങ്ങളെ കഥകളൊക്കെ കേട്ട് ചെയ്തിരുന്നത് ആ താമരക്ക് ഇങ്ങനെ പറ്റിന് പിന്നെ നിങ്ങളാണോ എന്ന് ആർക്കും അറിയാം. അപ്പൊ പിന്നെ വല്ല സീരിയലല്ലേ? പിന്നെ കൊലപാതക ശ്രമം. ഞാനത് സീരിയലിനായിട്ട് പറ്റുക. ആ, എന്തായാലും പഠിച്ചോനറിയാം എന്താ സത്യം. ഇതെങ്ങനെ സങ്കടപ്പെട്ടിക്കണു? അത് പിന്നെ കുഞ്ഞുമ്മത്ത അവക്കൊരു സങ്കടമില്ല.
അവക്ക് ടാബ് കൊടുക്കാത്തതിന്റെ വിഷമോ എനിക്കതൊന്ന് കൊടുത്താ പോരെ? അതൊന്നും പറ്റത്തില്ല, കണ്ണിന് കേട് വരും. എനിക്ക് എന്നാ മാറ്റിനോട് ഇത്ര സ്നേഹം വന്ന്? അയ്യപ്പളെ ഞാൻ അറിഞ്ഞില്ല. എന്റെ കുഞ്ഞുമുത്ത, ഇതിപ്പോ ഇപ്പൊ നേരെ വന്ന സ്നേഹ. ഇതുവരെ ഭയങ്കര ഭയങ്കര ഇഷ്ടായിരുന്നു, ഇപ്പഴാ സ്നേഹം വന്നേ. അല്ലേലും ഈ ടാബും മൊബൈലും ഒന്നും ഉപയോഗിക്കണം അത്ര നല്ലല്ലേ മാളൂട്ടി? അതൊന്നും അല്ല കുഞ്ഞുമുത്ത. മാളൂട്ടി അകത്തേക്ക് പോ. അത് പിന്നെ മുത്തശ്ശി, എന്നോട് അകത്തേക്ക് ഞാൻ പോവാൻ പറഞ്ഞോ? മാളൂട്ടി അവിടെ തന്നെ നിന്നോ. എന്തിനാ ജോ ഔത്ത് കറിഞ്ഞേക്കണേ? മനസ്സിലായില്ല. നിങ്ങളോടൊക്കെ സംസാരിച്ച് നിൽക്കുന്നതൊന്നും എന്റെ മോക്ക് അത്ര നല്ലതല്ല. എങ്ങനെ? എന്റെ കുഞ്ഞിനെ വെറുതെ വിട്ടേക്ക്, അവൾ നിങ്ങളോട് സംസാരിക്കണ്ട അത്ര തന്നെ. ഒന്നും കൂടി പറഞ്ഞ കുഞ്ഞുമുത്ത, ഇത് വലുത് നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞോടി, എന്താ എന്റെ ഉദ്ദേശം? ആ കുട്ടിനെ ചടങ്ങാറാക്കാനാണോ? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങളാണ് ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടാനായിട്ട്. നിങ്ങൾ വെറും വഴിപോക്കനാ. വഴിപോക്കന്റെ വഴിക്ക് പോയാൽ മതി കേട്ടോ. എനിക്കുണ്ടടി കുടുംബം കുട്ടികളൊക്കെ. ഞാനേ ഇവിടെ ആയപ്പണിക്ക് വന്നതേ എനിക്ക് പൈസ ഇല്ലാത്തോണ്ടല്ല. ഞാൻ ആ കുട്ടിക്ക് ഒരു സംരക്ഷണം നൽകാൻ വേണ്ടി വന്നതാ. അതും ഒഴിവാക്കി, അതും ഇങ്ങനെയൊക്കെ ആയി തീർന്ന്. ആ താമരക്ക് അപകടം പറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ മാളൂട്ടിക്ക് ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ താമരക്ക് അപകടം പറ്റിയതുകൊണ്ട് ഇപ്പൊ എനിക്കൊരു അവകാശം ഇല്ലാതായിപ്പോയി. താമര പറയാതെ ഞാൻ എങ്ങനെ അതിന് നോക്കും? പിന്നെ താമര കഴിഞ്ഞാൽ പിന്നെ അവകാശം അതിന്റെ വാപ്പാക്കല്ലേ. എന്റെ വാപ്പയാണെങ്കിൽ ഒരു മാനൂട്ടി. ഇനി എന്താ മാളൂട്ടിനെ കാട്ടാൻ പോണേ? ഒന്ന് പറഞ്ഞെന്താ നന്നായിരുന്നേ.